ഇന്നത്തെ വീഡിയോ പൂഞ്ഞാറ്റിലെ പുന്നാരമോനായ പി സി ജോർജിനെയും പി സി ജോർജിൻ്റെ ഏക സന്താനമായ ഷോൺ ജോർജിനെയും പറ്റിയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മലൻ ടി വിയിലിരുന്നു കൊണ്ട് പി സി ജോർജ് പ്രസംഗിച്ചത്. മുസ്ലിങ്ങളെല്ലാവരും വർഗീയവാദികളാണ്, അവരെ എല്ലാവരെയും പാകിസ്ഥാനിലേക്ക് അയക്കണമെന്ന്. അന്ന് തന്നെ ഈ പരനാറിയെ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടയം ജില്ലാ കോടതിയും ഇപ്പോൾ കേരള ഹൈക്കോടതിയും ഇതുമായി ബന്ധപ്പെട്ട കേസിൽ പി സി ജോർജിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. എന്നിട്ടും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാതെ ഒത്തുകളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പി സി ജോർജിൻ്റെ മകനായ ഷോൺ ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്. മാധ്യമങ്ങളോടുള്ള ഷോൺ ജോർജിൻ്റെ പ്രതികരണങ്ങൾ കേട്ടാൽ തന്നെ അറിയാം, പി സി ജോർജിനേക്കാളും വലിയ അല്പനാണ് ഈ ഷോൺ ജോർജ് എന്ന്. എന്താണ് മാധ്യമങ്ങളോട് ഷോൺ ജോർജ് സംസാരിച്ചത് ഒന്ന് കേട്ടു നോക്കാം. പോലീസ് നോട്ടീസ് തരാൻ ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ ഇവിടെ അദ്ദേഹം ഇല്ല എന്നുള്ള കാര്യം അറിയിച്ചപ്പോൾ എനിക്ക് നോട്ടീസ് തന്നില്ല. അവർ പറഞ്ഞു, പക്ഷേ 2 മണിക്ക് ഹാജരാകാൻ കഴിയുമോ എന്നാണ് അവർ ചോദിച്ചത്. DYSP ഇവിടെ വന്നിരുന്നു. ഞാൻ പറഞ്ഞു, ഇന്ന് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നാളെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഓടിയെത്തേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പായിട്ട് എത്തിക്കൊള്ളാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിന് മറുപടി ഒന്നും അവർ പറഞ്ഞിട്ടില്ല, കത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. കത്തിന് കോപ്പിയാണ്. ഷോൺ ജോർജ് പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ. പി സി ജോർജും കേരള പോലീസും തമ്മിൽ ഒത്തുകളിക്കുകയാണ്. ഇതിനുവേണ്ടി ആരാണ് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് എന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. തലയിൽ അത്യാവശ്യം ആൾതാമസമുള്ളവർക്ക് മനസ്സിലാകാം പി സി ജോർജിനു വേണ്ടി ആരാണ് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് എന്ന്. പി സി ജോർജിൻ്റെ സൗകര്യത്തിനനുസരിച്ച് പി സി ജോർജ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്നാണ് ഷോൺ ജോർജ് പ്രതികരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ നോട്ടീസ് തന്ന ഇരാറ്റുപേട്ട CI, അത് ഇരാറ്റുപേട്ട CI ഓഫീസ് പി സി ജോർജ് ഉണ്ടാക്കിയതാണ്. പി സി ജോർജ് ഹാജരാകേണ്ട ഇരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി പി സി ജോർജ് ഉണ്ടാക്കിയതാണ്. ഇരാറ്റുപേട്ടയിൽ ഇന്ന് കാണുന്നതെല്ലാം പി സി ജോർജ് ഉണ്ടാക്കിയതാണ്. എന്തിന്? ഇരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റിയാണ് കേസ് കൊടുത്തേക്കുന്നത് അല്ലേ. അപ്പോൾ ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ലീഗിൻ്റെ എതിർപ്പിനെ അവഗണിച്ച് പി സി ജോർജ് UDFിലുള്ള സമയത്ത് ലീഗിൻ്റെ എതിർപ്പിനെ അവഗണിച്ച് പി സി ജോർജ് ഉണ്ടാക്കിയതാണ്. ഷോൺ ജോർജിൻ്റെ ഈ സംസാരം കേട്ടാൽ തന്നെ അറിയാം, പി സി ജോർജിനേക്കാളും വലിയ അല്പനാണ് ഷോൺ ജോർജ് എന്ന്. ഈരാറ്റുപേട്ടയിലുള്ള പോലീസ് സ്റ്റേഷനും കോടതിയും അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ കെട്ടിടവുമെല്ലാം പി സി ജോർജിൻ്റെ തറവാട്ടിൽ നിന്നും കൊണ്ടുവന്ന കാശ് കൊണ്ടുണ്ടാക്കിയതുപോലെയാണ് ഷോൺ ജോർജ് സംസാരിക്കുന്നത്. പി സി ജോർജ് 30 വർഷത്തിൽ കൂടുതലായി ഈ പ്രദേശത്തിൻ്റെ MLA ആയിരുന്നു. സ്വാഭാവികമായി ഉണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഈ പ്രദേശത്തും നടന്നിട്ടുള്ളത്. അതിനെയാണ് ഷോൺ ജോർജ് ഇത്തരത്തിൽ പി സി ജോർജിൻ്റേതായ വലിയ നേട്ടങ്ങൾ പി സി ജോർജിൻ്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശ് കൊണ്ടുണ്ടാക്കിയതുപോലെ അവതരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം സംസാരിച്ചതിൻ്റെ ഭാഷയുടെ അറ്റത്തും മൂലയിലും വന്നിട്ടുള്ള സ്വാഭാവികം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പി സി ജോർജിൻ്റെ സംസാര ശൈലി അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്. പി സി ജോർജിൻ്റെ വൃത്തികെട്ട നാവിനെ പറ്റി ഷോൺ ജോർജ് പറഞ്ഞത് 100% സത്യമാണ്. അത് കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. കേരള കോൺഗ്രസ് നേതാവായ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസിനെ പറ്റി ഈ പി സി ജോർജ് പറഞ്ഞ വൃത്തികെട്ട കാര്യങ്ങൾ എന്താണെന്ന് കേരളം മുഴുവൻ കേട്ടതാണ്. അദ്ദേഹം ഒത്തിരി സ്നേഹിച്ചൊരു സമൂഹം വഴിതെറ്റി പോകുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇപ്പോൾ ഇരാറ്റുപേട്ടയെ സംബന്ധിച്ച് ഇരാറ്റുപേട്ടയിലുള്ള എല്ലാവരും തീവ്രവാദികളെന്ന് ഒരിക്കലും പി സി ജോർജ് പറഞ്ഞിട്ടില്ല. പക്ഷേ തീവ്രവാദ സ്വഭാവമുള്ള സാന്നിധ്യമുള്ള സംഘടനകൾ ഇരാറ്റുപേട്ടയിലുണ്ട് എന്ന് ഇരാറ്റുപേട്ടയെ സ്നേഹിക്കുന്ന ഈ നാടിന് 10-33 വർഷം ഈ നാട്ടിൽ ജനപ്രതിയായിരുന്ന ഒരു വ്യക്തിക്ക് ഈ നാടിന് ആപത്തുണ്ടാകുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാൻ സ്വാതന്ത്ര്യമില്ല എങ്കിൽ ആ സ്വാതന്ത്ര്യം നമുക്ക് നേടിയെടുത്തേ പറ്റുള്ളൂ. ഈരാറ്റുപേട്ടയിലെ മുസ്ലിം സമുദായത്തെ നന്നാക്കാൻ പി സി ജോർജ് ആരാ? ഈരാറ്റുപേട്ടയിലെ കാവ്യോ? പിന്നീട് ഷോൺ ജോർജ് പറഞ്ഞത് SDPIയെയും പോപ്പുലർ ഫ്രണ്ടിനെയും പറ്റിയാണ്. കേരളത്തിൽ SDPIയെയും പോപ്പുലർ ഫ്രണ്ടിനെയും പി സി ജോർജിനോളം പിന്തുണച്ച മറ്റൊരു രാഷ്ട്രീയക്കാരനില്ല എന്നത് കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ഞാനൊരു കഴിഞ്ഞിട്ടെ, ഹമാസിൻ്റെ നേതാവിനെ കേരളത്തിൽ കൂടെ പ്രസംഗിച്ചവർക്കെതിരെ കേസില്ല. ഹമാസിൻ്റെ നേതാവിനെ ആനപ്പുള്ളത്ത് എഴുന്നള്ളിച്ചവർക്കെതിരെ കേസില്ല. എന്താണ് പി സി എന്താണ് ഭരണകൂടം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതുകൊണ്ട് എന്താണ് വ്യത്യാസം വരാൻ പോകുന്നത്? ഈ മരപ്പൊട്ടൻ ഒരു വക്കീലാണ്, എന്നിട്ടും വിവരക്കേട് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. അതിനൊരു കാരണമുണ്ട്, പി സി ജോർജിൻ്റെ മോനല്ലേ, അതുകൊണ്ടാവും ഇങ്ങനെ വിവരക്കേട് വിളിച്ചു പറയുന്നത്. ഹമാസിൻ്റെ നേതാവായ ഖാലിദ് മിഷൽ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നുണ്ട് സോളിഡാരിറ്റിയുടെ ഒരു പരിപാടിയിൽ ഓൺലൈനായി സംസാരിച്ചിരുന്നു. അതിനെപ്പറ്റിയാണ് ഇപ്പോൾ ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത്. ഹമാസിനെ കേന്ദ്ര ഗവൺമെൻറ് ഒരു ഭീകരവാദ സംഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹമാസിൻ്റെ നേതാക്കൾക്ക് ഇന്ത്യയിലോ കേരളത്തിലോ വരുന്നതിനോ അതുപോലെ ഓൺലൈനായി സംസാരിക്കുന്നതിനോ യാതൊരുവിധ പ്രശ്നവുമില്ല. അത് ഈ വക്കീലായ മരപ്പൊട്ടൻക്കറിയില്ലേ.
അതുമാത്രമല്ല, ഹമാസ് നേതാവ് ഇന്ത്യയുടെ ഭരണകൂടത്തെ പറ്റിയോ ഇവിടെയുള്ള ജനങ്ങളെ പറ്റിയോ യാതൊരു തരത്തിലുള്ള കുറ്റവും പറഞ്ഞിട്ടില്ല. ഈ PC ജോർജിനെ പോലുള്ള പരനാറികളാണ് ഈ നാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നത്. PC ജോർജ് നാട് വിട്ടോടാൻ പറ്റി കഴിയുന്ന ഒരാളാണോ? എങ്ങോട്ടേലും പോകാൻ കഴിയുന്ന ഒരാളാണോ? അദ്ദേഹത്തെ ഇതിനു മുമ്പ് നിയമത്തെ അനുസരിച്ചിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യുമെന്ന് അറിയിച്ചുകൊണ്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യം പാലാ സ്റ്റേഷനിൽ അദ്ദേഹം ചെന്നത്. അപ്പോൾ PC ജോർജ് ഇവിടെ നാട് വിട്ടു പോകാൻ പറ്റുന്ന പിന്നെ അദ്ദേഹം എവിടെയാണ്? അദ്ദേഹത്തിനെ ഓടിച്ചിട്ട് പിടിക്കണം. ഇത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് ഹാജരാകാമെന്ന് പറഞ്ഞിട്ട് ഇനി പോലീസ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ. ഇത് ഷോൺ ജോർജ് പറഞ്ഞത് 100% ശരിയായ കാര്യമാണ്. ഈ വയസ്സാം കാലത്ത് കുടവയറും വെച്ച് ഈ PC ജോർജ് എങ്ങോട്ട് ഓടിപ്പോവാനാ? ഇനി രണ്ടാമത്തെ കാര്യം, PC ജോർജിൻ്റെ സൗകര്യത്തിനനുസരിച്ച് നാളെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാമെന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. അത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് PC ജോർജ് എന്ന പരനാറിക്ക് ചെയ്തു കൊടുക്കുന്ന വഴിവിട്ട സഹായമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം കൂടുതൽ പറഞ്ഞ ഇവിടുത്തെ കാര്യം എന്താണ്? അദ്ദേഹം 33 വർഷം ഈ നാടിനെ പ്രതികരിച്ചതാണ്. മതസൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രമായിരുന്നു ഈ നാട്. ഇന്ന് ആ നാട് അവിടെ എത്തി നിൽക്കുന്നു എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. 30 വർഷത്തിൽ കൂടുതൽ MLA ആയിരുന്ന ഒരു വ്യക്തി, ഭരണഘടനാപരമായ പല പദവികളും വഹിച്ച ഒരാൾ, ഒരു തെരുവ് തെമ്മാടിയെ പോലെയാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് തൻ്റെ മകനായ ഷോൺ ജോർജിൻ്റെ സപ്പോർട്ടും. ഈരാറ്റുപേട്ടയിൽ ആരാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? ഈ PC ജോർജ് അല്ലേ ഇപ്പോൾ ഈരാറ്റുപേട്ടയിൽ ഉണ്ടാക്കിയ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം? ഇവിടെയുള്ള തീവ്രവാദ സംഘടനകൾക്കെതിരെ അദ്ദേഹത്തിൻ്റെ പോരാട്ടം ഇന്നും ഇന്നലും തുടങ്ങിയതല്ല. അദ്ദേഹത്തിൻ്റെ പരാജയം പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്താ? പാലക്കാട് ഇത് സംഭവിച്ചു, ഇതിനു മുമ്പ് ഇത് സംഭവിച്ച പൂഞ്ഞാറ്റിലാണ്, ഇനി സംഭവിക്കാൻ പോകുന്ന തൊടുപുഴയിലാണ്. അപ്പോൾ വർഗീയ ധ്രുവീകരണം നടത്തി ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രാഷ്ട്രീയ സ്വഭാവമുള്ള ഇത്തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഇത്തരം തീവ്രവാദ സംഘടനകൾക്കെതിരെ, രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം PC ജോർജ് തുടരുക തന്നെ ചെയ്യും. ഈ ഷോൺ ജോർജ് PC ജോർജിൻ്റെ മോനല്ലേ? അതുകൊണ്ടാണ് ഉളുപ്പില്ലാതെ ഇങ്ങനെ ഓരോന്നിങ്ങനെ തുടർച്ചയായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെയും SDPIയെയും PC ജോർജിൻ്റെ അത്ര സപ്പോർട്ട് ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവും കേരളത്തിലില്ല. എന്നിട്ടും ഷോൺ ജോർജ് ഉളുപ്പില്ലാതെ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.